ബി.ജെ.പി. എളനാട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി.എസ്. കണ്ണൻ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ചു വന്ന ആളുകളെ പി.എസ്. കണ്ണൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഏരിയ പ്രസിഡന്റ് പി.കെ. വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര നിയോജക മണ്ഡലം വിസ്താരക് എസ്. രാജു, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണി ബാബു, ഷീല പണിക്കർ, മണ്ഡലം സെക്രട്ടറി പി. കൃഷ്ണകുമാർ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അർജിത് പുരോഹിത്, സഹസംയോജക് കെ. യു. ഷാജി ശർമ്മ, ബ്ലോക്ക് മെമ്പർ ആശാ ദേവി, എസ്. സി മോർച്ച ജില്ലാ ട്രഷറർ സുരേഷ് വി. വെന്നൂർ, കർഷക മോർച്ച മണ്ഡലം ട്രഷറർ ആർ. ചന്ദ്രൻ, പഴയന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് കെ. പി. വിജയകുമാർ, ഏരിയ സെക്രട്ടറി സന്തോഷ് വെന്നൂർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ. അജയ്, സംഗീത് നമ്പ്യാർ, യുവമോർച്ച ഏരിയ പ്രസിഡന്റ് വി. വിജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അല്ല, എന്താ ചുമതല അറിയോ? മന്ത്രി, കേന്ദ്രമന്ത്രിയാണ്, വിദേശകാര്യ മന്ത്രിയാണ്. ഇന്ന് വിദേശ രാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പവറാണ്. അദ്ദേഹത്തെ കണ്ടെത്തിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കണ്ടെത്തിയ ഒരു സംയോജകനാണ് മോദിജി. അതായത് തന്റെ ഭരണത്തിന് കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും നോക്കൂ. നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ള തമിഴ്നാട്ടിലുള്ള നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്കാണ്. എന്താണ് ഒരു സ്ത്രീ ഏൽപ്പിച്ചത്? ഒരു കുടുംബത്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ ലോകത്ത് കൈകാര്യം ചെയ്യുന്നത് വീട്ടമ്മമാരാണ്. ഏറ്റവും നല്ല ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒക്കെ എല്ലാ വീട്ടിലും വീട്ടമ്മമാരാണ്. അവർ കൈകാര്യം ചെയ്യുന്ന പോലെ വേറൊരാൾക്ക് പറ്റില്ല. അപ്പൊ ഏറ്റവും അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരാളെ എടുത്തിട്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കിയത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ആവശ്യം, ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്മുടെ ഈ എളനാട് എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഓരോ തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അവരുടെ കഴിവ് ഏത് പ്രദേശത്താണോ ഉപയോഗിക്കാൻ പറ്റുക ആ തലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുഴുവൻ സംയോജിപ്പിക്കുന്ന ഒരു സംയോജകന്റെ റോളാണ് സത്യനോട്ട് ഏരിയ കമ്മിറ്റി ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടത്. അങ്ങനെ നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറഞ്ഞാൽ വോട്ട് തന്നെയാണ്. അപ്പോൾ മറ്റേത് നോക്കൂ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. RSS അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ബാലഗോകുലം, ഇതൊന്നും വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളല്ല. അതൊക്കെ അതിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. സാംസ്കാരിക മേഖലയിൽ, വിദ്യാർത്ഥി മേഖലയിൽ, അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സമൂഹത്തിൽ അംഗീകാരം കിട്ടണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടിയെന്നുള്ളതാണ്, എത്ര ശതമാനം വോട്ട് കിട്ടുക, അതിനനുസരിച്ചാണ് ജനം വിലയിരുത്തുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അവ കണ്ടുപിടി. പഞ്ചായത്ത് 4 പഞ്ചായത്ത്, അതിൽ 30 ബൂത്തിൽ കൂടുതലുള്ള പഞ്ചായത്ത് രണ്ടാക്കിയിട്ട്, എന്നുവെച്ചാൽ പഴയന്നൂര്, ചേലക്കര എന്നീ പഞ്ചായത്തുകൾ 2 വിഭജനം എന്നുള്ള രീതിയിൽ നമ്മൾ വിഭജിച്ച് ചേലക്കര പഴയന്നൂർ പഞ്ചായത്ത് 20 ബൂത്തും 10 ബൂത്തായി വിഭജിച്ച് എളനാട് ഏരിയ എന്നുള്ള തലത്തിൽ നമ്മൾ സംഘടനാപരമായി നമ്മൾ സംഘടനാ പ്രവർത്തനം താഴത്തെ തട്ടിലെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു എളനാട് ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനൊരു സംവിധാനം പാർട്ടി നിശ്ചയിച്ചത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എളനാട് ഒരു പഞ്ചായത്ത് തന്നെ രൂപീകൃതമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എളനാട് പഞ്ചായത്ത് രൂപീകരിച്ചാൽ ആദ്യത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും എന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് എളനാട് മേഖലയിൽ ഇന്ന് BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് എളനാട് കേന്ദ്രീകൃതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയൊരു സംവിധാനം വന്നതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് എളനാടാണ്. പാർട്ടി ഏത് പരിപാടി നിശ്ചയിച്ചാലും അത് നല്ല രീതിയിൽ, ഇപ്പോൾ പാർട്ടി തൃശ്ശൂർ പ്രോഗ്രാമുകളായിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് 100% ബൂത്തുകളിലും മൻ കി ബാത്ത് കണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 100% 6 മാസക്കാലമായിട്ട് എളനാട് ഏരിയയാണ്. 10 ബൂത്ത് എന്ന് പറഞ്ഞാൽ 10 ബൂത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസത്തിലും നമ്മൾ മൻ കി ബാത്ത് കാണുകയും